ഹായ് ഹലോ. 90കളിലെ റമദാൻ മാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല, അതായത് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 23-24 വർഷം മുന്നേ ഉണ്ടാക്കിയൊരു ഐറ്റമാണ്. ഇതൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കലുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം എല്ലാം വെറൈറ്റീസായി, പിന്നെ പുതിയ ജനറേഷനിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന കാലം. അപ്പോൾ ഞാൻ വെച്ചു ഇതൊന്നും ഇട്ടാൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും, പക്ഷേ ഇത് അപൂർവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഇത് ഉണ്ടാക്കിയിട്ടാ. ഇത് ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ഫീലിങ്സ് ഉള്ളൊരു പിന്നെ സ്നാക്സ് എന്നൊന്നും പറയാനില്ല, ഒരു മധുരം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഉമ്മാമ തറാവി നിസ്കാരത്തിന് ശേഷം പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഈ ഒരു ലോങ് ബ്രെഡാണ്. എൻ്റെ ഉമ്മാമാരെ വാശി പറഞ്ഞ ഇറച്ചി റൊട്ടി അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അത്യാവശ്യം കനത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. സ്ലൈസായിട്ട് എടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മധുരം, നിസ്കാരം കഴിഞ്ഞൊരു വിശപ്പല്ലേ, അപ്പം പിന്നെ അങ്ങനെ ഒന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് ഉമ്മാമ പണ്ട് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ അന്നത്തെ ആ ഒരു ഇത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സംഭവമാണ്. ആ സമയത്ത് എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് നമ്മുടെ തേങ്ങ ഇട്ട വാട, അതായത് പച്ച വാട ഉണ്ടായത് പച്ച തേങ്ങ, അത് കിട്ടുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് പിന്നെ വെള്ളം കുറച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരം വേണ്ടവർക്ക് അത്യാവശ്യം അധികം കൂടാ, നോർമൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എടുക്കലേ വലിയ പണിയില്ലൂ. അപ്പോൾ മുമ്പൊക്കെ പിന്നെന്താ പറയുക, കൈ കൊണ്ട് പിഴിഞ്ഞിട്ടും അങ്ങനെയെല്ലാമാണ് തേങ്ങാപ്പാൽ. ഇപ്പോൾ മിക്സിയിലുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണല്ലോ. പിന്നെ നമ്മുടെ വളപ്പിൽ തന്നെ ചെറിയൊരു കൊല പഴുത്തു, അത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പഴം വാങ്ങൽ വളരെ കുറവാണ്. നമ്മളെ വളപ്പിലുള്ള ഒരു പഴം തന്നെ പഴുപ്പിച്ചിട്ട് അതിനെ കൊണ്ടല്ലാന്ന് ഉണ്ടാക്കൽ കുറവ് തന്നെയാണ്. പുറത്തുനിന്ന് വാങ്ങിയത് പൂവമ്പഴമാണ് കേട്ടോ. അതിന് വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. അപ്പോൾ അത് പഴുത്ത് കണ്ടപ്പോഴാണ് എനിക്കിത് ഉണ്ടാക്കാനുള്ളൊരു പിന്നെന്താ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായത്. പിന്നെ അങ്ങനെ നമുക്ക് പഴമല്ല പഴുത്തത് ഫുൾ കംപ്ലീറ്റ് എടുത്തിന് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പകുതി കട്ട് ചെയ്തിട്ടൂടാ, പകുതി വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടൂടാ. അന്നേരമൊക്കെ എൻ്റെ ഉമ്മാമ കൈ കൊണ്ട് തന്നെ ആ തേങ്ങാപ്പാൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഞെരടിയിട്ട് തന്നെ ചേർക്കലാണ്. ഇപ്പം പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇടുന്നു. അപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊരു തിക്നെസ്സിന് വേണ്ടി, ഒരു കട്ടിക്കും ഒരു പിന്നെന്താ ഒരു ടേസ്റ്റ് കൂടുതലും വേണ്ടിയിട്ട് മിക്സിയിൽ കുറച്ച് അടിച്ചിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഉമ്മാമ്മൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉപ്പാപ്പ അങ്ങനെ കടയിലേക്ക് പോകുമല്ലാന്ന് പറയരുത് വാങ്ങാൻ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരെ ഒന്നും പറയില്ല. അപ്പോൾ ഉപ്പാപ്പ നിസ്കരിക്കാൻ വേണ്ടിക്ക് പുറത്തേക്ക് ആ വെയിലിൻ്റെ അടുത്ത് അങ്ങോട്ടെത്തി, ദൂരെത്തി, കാണാൻ പറയത്തെത്തിയതിന് ശേഷം എനിക്ക് ഉമ്മ വിളിക്കുന്നു. ആ ഒരു വിളിയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നല്ല ഓർമ്മ. ഇറച്ചി റൊട്ടി വാങ്ങാൻ മറക്കല്ലേ, തേങ്ങാപ്പാലും പഴവും ഞമ്പിയിട്ടുണ്ട് എന്ന് പറയും. അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അവർ കേൾക്കും. നമ്മൾ ചെറിയ ആ സമയത്ത് നമ്മുടെ കോലയിൽ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ അത് കേൾക്കണം. നമ്മൾ എല്ലാവർക്കും ഇത് ചിലപ്പോൾ തറാനിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് 1-2 ആൾ അധികം ഉണ്ടാവും. ഒന്നിക്കിൽ ആരെങ്കിലുമൊക്കെ വരും നോമ്പിനങ്ങനെ അധികം അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയമല്ലേ അങ്ങനെ. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ നല്ലൊരു ചെറിയ പാത്രം ഉണ്ടായിരുന്നത് സ്റ്റീലിൻ്റെ. അതിലിങ്ങനെ അന്നേരം കട്ട് ചെയ്യലൊന്നുമില്ല കേട്ടോ. ഈ ഇറച്ചി റൊട്ടി എന്ന് പറയുന്ന ആ റൊട്ടി ഇങ്ങനെ കൈയോടെ തന്നെ കഷ്ണാക്കിയിട്ട് ഓരോ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ തേങ്ങാപ്പാലിൻ്റെയും ഈ ഒരു പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് കഴിക്കലാണ്. അന്നേരം ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാവില്ല, കുറച്ച്. അതിന് തന്നെ ഒരു അടിയും പിടിയും ആ ഒരു ടേസ്റ്റ് ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓർമ്മകൾ ഇല്ലാണ്ടായിപ്പോന്നു. അപ്പോൾ ഞാനങ്ങനെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളെ മക്കളൊന്നും ഇപ്പോഴത്തെ ആ ഒരു പിന്നെ ജനറേഷനിലുള്ള മക്കളുണ്ട് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എൻ്റെ മക്കളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമായി.
നല്ലോണം തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ്. ചിലർക്ക് ഇപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ടായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക്, വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.